ഹായ് മച്ചാമരെ, നമ്മളിപ്പോളതേ തൊടുപുഴ കേട്ടോ. ഇതേ നോക്കിയേ, ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. JCB ഉണ്ട്, ഹിറ്റാച്ചി ഉണ്ട്, ടിപ്പറുണ്ട്. ഇനി നമുക്കേ ഈ വണ്ടികളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ബാ. ഹായ് ബ്രോ. ഹായ്, നമസ്കാരം. നമസ്കാരം. പേരെന്ന് പറഞ്ഞാറേ? പേര് അഖിൽ. നമ്മുടെ കൂട്ടുകാരനാട്ടോ. ഇത് അറിയാത്ത കൊണ്ട് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഈ കാണുന്ന വണ്ടി ഉണ്ടോ, ഇത് മൊത്തം ആളുടെ ആട്ടോ. ഇപ്പം വേറെ വണ്ടിയില്ല നമുക്ക്. വേറെ ഹിറ്റാച്ചി ഉണ്ട്, വലിയ ഹിറ്റാച്ചി ഉണ്ട്. സൈറ്റിൽ തന്നെയാണ്. സൈഡിലല്ലേ? സൈറ്റിലാണ്. അപ്പോൾ നോക്കി, അവിടെ ടിപ്പറുണ്ട്, അതുപോലെ പിക്കപ്പ് ഉണ്ട്, അതുപോലെ JCB ഉണ്ട്, ഹിറ്റാച്ചി ഉണ്ട്. ആ കാണുന്നത് ഇത് വേറെ നെയ്മീറ്റർ വരുന്ന അത് ബോബ് ക്യാറ്റ് വെള്ള. അപ്പുറത്ത് കിടക്കുന്ന മാനിറ്റോ എന്ന കമ്പനിയുടെ ബാക്ക് ലോഡർ. ഈ കാണുന്നല്ലേ? ആ, മാനിറ്റോ. പക്ഷേ ഇത് JCB സാമ്യം ഉണ്ടല്ലേ? ആ, രണ്ട് JC എല്ലാം സെയിം ആണ്. വണ്ടി ബാക്ക് ലോഡറാണ്, എല്ലാം സെയിം ആണ്. കമ്പനി മാത്രമേ മാറ്റുള്ളൂ. കമ്പനി മാത്രമേ മാറ്റുള്ളൂ. അതിൽ ആ കാണുന്നത് അത് നമ്മുടെ സാനിയുടെ 35 ആണ്. ഇതാ കിടക്കുന്ന വണ്ടി XMGയുടെ 40 എന്ന് പറയുന്ന വണ്ടിയാണ്. ഇത് ആ കാണുന്നല്ലേ? നമ്മൾ സ്റ്റാർട്ടിങ് അവിടെ നിന്നായിരുന്നു. ഏത് വണ്ടിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മൾ ഇതേ കിടക്കുന്ന ബെലോറ പിക്കപ്പിൽ നിന്നാണ് തുടങ്ങിയത്. ഒരു മണി തുടങ്ങിയതാ? ആ, ബെലോറ പിക്കപ്പ് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ KL 35 എന്ന് പറഞ്ഞാൽ ഐഷർ എടുത്തു, പിന്നെ ടാറ്റ എടുത്തു, പിന്നെ മസ്ത എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു JCB എടുത്തു, ഈ മറ്റേ മഞ്ഞ JCB എടുത്തു. ഫസ്റ്റ് ടിപ്പറായിരുന്നല്ലേ, പിന്നെ JCBയിലേക്ക് മാറിയത്? ആ, മസ്ത. നമുക്ക് ആദ്യമായി ടിപ്പറാണ്, 3 ടിപ്പറിലേക്ക് വന്നതിന് ശേഷമാണ് JCBയിലേക്ക് തുടങ്ങിയത്. പിന്നെ JCB എടുത്തു, പിന്നെ ഒരു കിറ്റാജി എടുത്തു. ഇപ്പം എത്ര JCB ഉണ്ട് മൊത്തം? ഇപ്പം നമുക്ക് വലിയ JCB 3 ഉണ്ട് നിലവിൽ. അല്ലേ? ഹിറ്റാച്ചി ആയിട്ടോ? കിറ്റാജി നമുക്ക് 3 കിറ്റാജി ഉണ്ട്. അല്ലേ? ലോറി ഒന്ന്? ലോറി നമുക്ക് ഇപ്പം നിലവിൽ 5 ലോറി ഉണ്ട്. നിലവിൽ അല്ലേ? 5 ലോറി ഉണ്ട്. ഒക്കെ സ്റ്റാർട്ടിങ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേറെ മാറ്റങ്ങളൊന്നും വണ്ടിക്കത്തില്ല? വർക്കിലും അതുപോലെ എല്ലാം വർക്ക് തന്നെ. കിറ്റാജിയും JCBയും തമ്മിൽ വർക്കിൽ മാറ്റം ഉണ്ടാകും. അതല്ല ഞാൻ പറഞ്ഞത്, ഇത് തമ്മിൽ മാറ്റമില്ല. ഈ 3 വണ്ടികൾ തമ്മിൽ മാറ്റമില്ല. അപ്പോൾ ഇതിന്റെ മെയിൻ്റനൻസ് ഒക്കെ എങ്ങനെയാ ഈ JCBയുടെ ഒക്കെ? മെയിൻ്റനൻസ് എന്ന് വെച്ചാൽ നമുക്ക് ഷോറൂം സർവീസ് ഉള്ളത്. ഏത് JCBയുടെ ഷോറൂമിൽ നിന്ന് വരും. ബാക്കിയെല്ലാം 2 കിലോസ്കർ എഞ്ചിനാണ്. അതിന്റെ സർവീസ് സെന്റർ നമുക്ക് മോട്ടോറിൽ തന്നെ ഉണ്ട്. മോട്ടോറിൽ തന്നെ ഇതെല്ലാം സർവീസ് സെന്ററിൽ ചെയ്യുന്നത്? ആ, എല്ലാം സർവീസ് സെന്ററിൽ പുറത്ത് ചെയ്യാൻ പറ്റില്ല? പുറത്ത് ചെയ്യാം, നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം. നമുക്ക് സർവീസ് സാധനം മേടിച്ച് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്ന കേസുള്ളൂ. നിലവിൽ നമുക്ക് തന്നെ ചെയ്യാവുന്ന കേസുള്ളൂ. നമ്മളെപ്പോഴും ആ മെക്കാനിക്കും കൊണ്ട് അവർക്ക് മെക്കാനിക് സർവീസ് തന്നെ ചെയ്യണം എപ്പോഴും ബെറ്റർ. ഇതിന്റെ സ്പെയർ ഒക്കെ നമുക്ക് എവിടെ നിന്നെല്ലാം? സ്പെയർ എല്ലാം നമുക്ക് ഇവിടെ ഷോറൂമിൽ തന്നെ ഷോറൂമുണ്ട്. മോട്ടോറിൽ തന്നെ പുറത്ത് ആ ലോക്കലിൽ കിട്ടും നമുക്ക്. അന്നേരം ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ഒറിജിനൽ സ്പെയർ ഷോറൂമിൽ തന്നെ ചെയ്യുന്നു. നല്ലത്. അത് ഈ ടയറിനൊക്കെ എന്നാലും വരുന്നത് ഈ JCBയുടെ ഒക്കെ? ടയറിന് 35 രൂപ ബാക്കിലെ ടയറാണെങ്കിൽ വരും. ഒരു ടയറിന്? ഒരു ടയർ ഫ്രണ്ടിലാണെങ്കിൽ 10 രൂപയോളം വരും. 35,000 ഒരു ടയറിനല്ലേ? ഫ്രണ്ടിലാണെങ്കിൽ 12 രൂപയാണോ 12 രൂപ വരും. ഈ ടയറിനല്ലേ? 12,000 രൂപ. ഓക്കെ. ഇതിന്റെ മെയിൻ്റനൻസ് ഒക്കെ എങ്ങനെയാണ്? ഇത് കിലോമീറ്റർ നോക്കിയല്ലോ? കിലോമീറ്റർ അല്ല, നമ്മൾ 500 മണിക്കൂർ ഓടുമ്പോൾ എഞ്ചിൻ ഓയിൽ മാറും. 500 മണിക്കൂറിൽ എഞ്ചിൻ ഓയിൽ മാറും. പിന്നെ ഒരു 1000 മണിക്കൂറിൽ ഹൈഡ്രോളിക് ഓയിൽ ചേഞ്ച് ഉണ്ടാവും. പിന്നെ അതൊക്കെ ഉള്ളൂ സർവീസിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത്. അതിപ്പം എത്ര രൂപ കോസ്റ്റ് മാത്രം ചെയ്യുമ്പോഴത്തേക്കും? അത് എല്ലാ സർവീസും മൊത്തത്തിൽ ചെയ്യുമ്പോൾ ഒരു വണ്ടിക്ക് 30,000 രൂപയോളം വരും. മൊത്തത്തിൽ 30,000 രൂപയോളം വരും സർവീസ് വരുമ്പോൾ. ഈ ഹിറ്റാച്ചിക്കാണോ അതോ JCBക്കാണോ മെയിൻ്റനൻസ് കുറവ്? കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറവെന്ന് പറയുമ്പോൾ അത് നമ്മുടെ വർക്ക് അനുസരിച്ച് മെയിൻ്റനൻസ് വരുന്നത്. നമ്മൾ മണിക്കൂർ എന്തോരം ഓടുന്നു അതനുസരിച്ചാണ് അതിൻ്റെ പിന്നെ പുഷ കാര്യങ്ങൾക്കെല്ലാം തേയ്മാനം വരുന്നത്. പണി വരുമ്പോഴത്തേക്ക് എക്സ്പെൻസ് കൂടുതൽ? എക്സ്പെൻസ് രണ്ടും വലിയ വ്യത്യാസമില്ല, രണ്ടും ഏകദേശം സെയിം ആയിട്ടാണ് വരുന്നത്. അല്ലേ? ഇപ്പം നമ്മുടെ ഈ കാണുന്ന ഹിറ്റാച്ചി ഉണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ പർപ്പസ് എന്താ? ഇത് നമ്മളെ വീടിന് ഫൗണ്ടേഷൻ പെട്ടുന്ന കാര്യങ്ങൾ, വീടിന് വാനം വിട്ടുക, പിന്നെ സൈഡ് അതിര് കെട്ടുക, അങ്ങനെ പിന്നെ വേസ്റ്റ് ചൂഴി കാര്യങ്ങൾ, അങ്ങനെ ഫില്ലർ എടുക്കാൻ, അത് കാര്യങ്ങളാണ് കൂടുതലും. പിന്നെ JCB ആണെങ്കിൽ നമ്മൾ കൂടുതലും സൈറ്റ് വർക്ക് ലെവൽ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. വീട് വയ്ക്കാനുള്ള ചെറിയ ഫ്ലോട്ടുകൾ ലെവൽ ചെയ്യാനും കാര്യങ്ങൾക്കാണ് കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ലൈസൻസ് ഒക്കെ ഈ ഹിറ്റാച്ചിയും JCBയുടെ ഒക്കെ? ഹിറ്റാച്ചിക്ക് നമുക്ക് നിലവിൽ ലൈസൻസ് എസ്കലേറ്ററിൻ്റെ ഇത് മതി. എസ്കലേറ്ററിൻ്റെ ഒരു ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് JCB ഹിറ്റാച്ചി കൈകാര്യം ചെയ്യാം. JCB ഓടിക്കാൻ പറ്റുമോ? JCB ഓടിക്കാൻ അതിന് ഹൈഡ്രോളിക് ലൈസൻസ് അത് മതി. അല്ല, നമ്മുടെ സാധാ ലൈസൻസ് വേണോ കാറിന്റെയും? അതല്ല, അത് കൂടാതെ ഹെവി ലൈസൻസ് എടുത്തതിന് ശേഷം എസ്കലേറ്റർ ലൈസൻസ്. ഹെവി വേണമല്ലേ? ഹെവി എടുത്തതിന് ശേഷമാണ് എസ്കലേറ്റർ ലൈസൻസ്. അത് ഹെവി എടുത്തിട്ടാണ് നമുക്ക് ഇതിന്റെ എടുക്കാൻ പറ്റുള്ളൂ. ഇതിന്റെയൊക്കെ മോഡൽ ഏതാ വണ്ടിയൊക്കെ? ഇത് നമുക്ക് വരുന്ന 2012 വണ്ടിയാണ്. ഇതല്ലേ? മറ്റേ ബോബ് ക്യാറ്റും മാനിറ്റയും 2021 വണ്ടിയാണ്. പിന്നെ കിറ്റാജി എല്ലാം 2021 വണ്ടിയല്ലേ? ഇത് ടെസ്റ്റ് ഒക്കെ എങ്ങനെയാ? ഇത് നമ്മൾ പുത്തൻ വണ്ടി എടുത്തു കഴിഞ്ഞാൽ 15 കൊല്ലത്തേക്ക് ഉണ്ടെന്നല്ലേ അതിൻ്റെ സേഫ്. കാറ് പോലെ തന്നെ 15 കൊല്ലം കഴിയുമ്പോൾ റീടെസ്റ്റ് ചെയ്താൽ പിന്നെ 5 കൊല്ലം പിന്നെ
സെയിം കാർ പോലെ തന്നെ അല്ലേ? 5 കൊല്ലത്തേക്ക് കാർ പോലെ തന്നെ. ഹിറ്റാച്ചിക്ക് ഇല്ലല്ലോ? കിറ്റാജിക്ക് ഇല്ല, കിറ്റാജിക്ക് ചുമ്മാ മെഷീനറി മാത്രമേ ഉള്ളൂ, അതിന് വേറെ റോളൊന്നുമില്ല നിലവിൽ. നമുക്ക് ഇൻഷുറൻസ് മാത്രം എടുക്കുക നമുക്ക് സേഫ്റ്റിക്ക് വേണമെങ്കിൽ. ഇൻഷുറൻസ് ഏകദേശം എമൗണ്ട് വരുന്നുണ്ട്? ഇതിപ്പോൾ നിലവിൽ ജേഴ്സിക്ക് ഒരു 50,000 രൂപയ്ക്ക് വരും ഒരു കൊല്ലത്തേക്ക് വരുമ്പോൾ. അത്ര വരും? 50,000 രൂപ ഫുൾ കവർ ആണോ വരുന്നത്? ഫുൾ കവർ. തേർഡ് പാർട്ടി എടുക്കണമെങ്കിൽ 10,20,000 നമുക്ക് തേർഡ് പാർട്ടി എടുക്കാൻ സാധിക്കുന്നു. ഫുൾ കവർ എടുക്കുന്നത് അത് നമ്മുടെ യൂസ് അനുസരിച്ച് പോകും. ഹിറ്റാച്ചി ആണെങ്കിലോ? ഹിറ്റാച്ചി ആണെങ്കിലും അതെ 30,000-30,000 രൂപയോളം വരും ഒരു കൊല്ലത്തേക്ക് ഇൻഷുറൻസ്. ഈ JCBയിലൊക്കെ ഏറ്റവും കൂടുതൽ വരുന്ന കംപ്ലൈന്റ് റിപ്പീറ്റ് ആയിട്ട് വരുന്നത്? ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് ഇതിൻ്റെ പിന്ന പൊസിഷൻ്റെ തേമാനാണ്. ഇത് നമ്മൾ വർക്ക് ചെയ്യുന്നതനുസരിച്ച് ഈ സംഭവം പിന്ന പൊസിഷന് ഭയങ്കര തേമാനം വരും. അപ്പോൾ പിന്നെ ഓസ് കാര്യങ്ങൾ പൊട്ടൽ ഒരു കൊല്ലത്തും കൂടുമ്പോൾ മാറ്റേണ്ടതായിട്ട് വരും. ഏതായാലും വർഷത്തിലൊരിക്കലും നമുക്ക് പിന്നും പുഷും ഓസും മാറേണ്ട വരും നല്ലത്. അതാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ അതുകൂടാതെ മെക്കാനിക്കലായിട്ടുള്ള സർവീസും കാര്യങ്ങളും അതാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ഈ കാണുന്ന നമ്മുടെ പല്ല് അത് നമ്മുടെ ഉപയോഗം അനുസരിച്ചാണ് തേയ്മാനം. ഇതിനൊക്കെ റേറ്റ് ആവുന്നതാ? അത് ഒരെണ്ണം 1,500 രൂപ വെച്ച് വരും. ഫ്രണ്ടിൽ വരുമ്പോൾ 8 എണ്ണത്തോളം വരും. ബാക്കിൽ എത്ര ഉണ്ട്? ബാക്കിൽ 5 എണ്ണം അല്ലേ? ഇത് മൊത്തം ഒരുമിച്ച് വെക്കുന്നത്? ബാക്കിലെ ഒരു കിറ്റാണ്, അതിന് ഒരു 4,500-5,000 രൂപ വരും കിറ്റിന്. ബാക്കിലെ മാത്രം? ഫ്രണ്ട് ആണെങ്കിലോ? ഫ്രണ്ട് ആകുമ്പോൾ നമുക്ക് ഒരെണ്ണത്തിന് വില, ഓരോ പീസായിട്ട് വില. ഓക്കെ. ഈ JCB 3 വണ്ടികളിൽ മെയിൻ്റെനൻസ് പറഞ്ഞ വണ്ടി അതാ, അങ്ങനെ ഉണ്ടോ? അങ്ങനെ മെയിൻ്റെനൻസ് എല്ലാം വണ്ടിയെല്ലാം പണ്ടെന്ന് വെച്ചാൽ JCBക്കും ക്ലോസ് ക്രഞ്ചാണ്. ഇപ്പോൾ ഈ 2 വണ്ടിക്കും ക്ലോസ് ക്രഞ്ചിനാണ് വരുന്നത്. വണ്ടിയെല്ലാം സെയിം ആണ്, ഓരോരോ ജനറേഷൻ ചെറിയ ചെറിയ മാറ്റങ്ങൾ. അത് കമ്പനി മാറിയാലും വേറൊന്നും മാറുന്നില്ല, രൂപത്തിലാണ് എല്ലാം സെയിം ആണ്. ഈ JCB ഒക്കെ റണ്ണിങ്ങിൽ എന്നാ മൈലേജ് കിട്ടും? ഇത് റണ്ണിങ് എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ മണിക്കൂറിലാണ് കണക്ക് കൂട്ടുന്നത്. ഒരു മണിക്കൂർ റൺ ചെയ്യണതിന് ഒരു 6 ലിറ്റർ ഡീസലാണ് വേണ്ടി വരുന്നത്. ഇപ്പോൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ 4 to 5 വരെ വർക്ക് ചെയ്യുമ്പോൾ എസ്കലേറ്റർ വർക്ക് ചെയ്യുമ്പോൾ വരും. 5 ലിറ്റർ ലോഡ് അനുസരിച്ച് RPM നിൽക്കുന്നതനുസരിച്ചിരിക്കും. മാക്സിമം ഒരു 5 ലിറ്റർ വരെ 5 ലിറ്റർ വർക്ക് ചെയ്യുമ്പോഴും റണ്ണിങ്ങിലാണെങ്കിൽ 6 ലിറ്ററും വരെ ഡീസലാവും. ഹിറ്റാച്ചി സെയിം ആണോ? ഹിറ്റാച്ചിക്ക് ഒരു 3 ലിറ്റർ വരെ മണിക്കൂറിലാവും. അതിന് കുറച്ച് മതി. അതിന് കുറച്ച് മതി. ഇത് വെച്ച് അപേക്ഷിക്കുമ്പോൾ കുറച്ച് മതി. ഈ ചെയിൻ ബ്ലോക്ക് ഇതിൻ്റെ മെയിൻ്റെനൻസ് എങ്ങനെയാണ്? ഇത് നമ്മുടെ തേയ്മാനം അനുസരിച്ച് അതിന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പിന്നും ബുഷും കാര്യങ്ങളൊക്കെ ലിങ്കാണ്. ലിങ്കിന് തേയ്മാനം വരുന്നതനുസരിച്ചാണ് മാറി കൊടുക്കുന്നത്. അതിൽ പ്ലേറ്റ് കട്ടായി പോയി കഴിഞ്ഞാൽ നമ്മൾ പുതിയ പ്ലേറ്റ് കയറ്റും. ഈ സംഭവം പ്ലേറ്റുകളാണ്, ഓരോ പ്ലേറ്റുകളാണ്. എന്നുവെച്ചാൽ ലിങ്കിൽ നിന്ന് പ്ലേറ്റുകൾ പോകണമെന്ന് പ്ലേറ്റുകൾ മാറി കൊടുക്കും. ഓരോന്ന് പീസായിട്ട് മാറാൻ പറ്റും. നമുക്ക് കംപ്ലൈൻറ്റ് അനുസരിച്ച് മെയിൻ്റെനൻസ് ചെയ്തെടുക്കാവുന്ന ഇതാണ്. എന്നാൽ ഇത് മൊത്തമായിട്ട് മാറേണ്ടി വരും എപ്പോഴെങ്കിലും? മൊത്തമായിട്ട് മാറേണ്ട വരാൻ സാധിച്ചാൽ അതുപോലെ എല്ലാം തേയ്മാനായാൽ മാത്രം മൊത്തത്തിൽ മാറാറുള്ളൂ. അത് നമ്മളൊരു പുതിയ വണ്ടി വാങ്ങിച്ചു, ലൈഫ് ലോങ് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുമോ? അതോ പിന്നെ ലൈഫ് ലോങ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ലൈഫ് ഒരു 3 കൊല്ലം 4 കൊല്ലം ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ ലൈഫ് 4 കൊല്ലം കഴിയുമ്പോൾ അത്യാവശ്യം നമ്മൾ ഒന്നിലെ മെയിൻ്റെനൻസ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ അത് മൊത്തത്തിൽ മാറ്റി കയറ്റാം. നമുക്ക് മിക്കവാറും 90% നമ്മൾ മെക്കാനിക്കലി മെയിൻ്റെനൻസ് ചെയ്ത് എടുക്കാറാണ്. അതല്ല നമുക്ക് മെച്ചം. ഇതിന്റെ ഷോറൂം എവിടെയുള്ള ഈ സാനിയുടെ ഒക്കെ? ഇതിന്റെ പെരുമ്പാവൂർ ഷോറൂം ഉണ്ട്. പെരുമ്പാവൂരുണ്ടല്ലോ. അപ്പോൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ പെരുമ്പാവൂരിലേക്ക് വണ്ടി കൊണ്ടുപോകണ്ട. നമുക്ക് സാധനം മേടിച്ചത് നമുക്ക് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും വർക്ക്ഷോപ്പിൽ കയറ്റിയാൽ ചെയ്യാവുന്ന കേസുള്ളേ. നമ്മുടെ മറ്റേ ആ കണ്ണ് ഹിറ്റാച്ചിയോ? അതോ? അതും അതെ, ഇവിടെ പെരുമ്പാവൂർ ഷോറൂം ഉണ്ട്. കമ്പനി ഏതായിരുന്നു? XMG. അതിന്റെ പെരുമ്പാവൂരാ? അതിൻ്റെയും പെരുമ്പാവൂരുണ്ട്. നമുക്ക് ഇവിടെ തൊടുപുഴയിൽ തന്നെ നമുക്ക് വർക്ക്ഷോപ്പ് ഉണ്ട്. നമുക്ക് വർക്ക്ഷോപ്പിൽ കയറ്റി കഴിഞ്ഞാൽ എന്തും ചെയ്യാവുന്ന കേസുള്ളൂ. ചെയ്യാവുന്ന കേസുള്ളൂ.